ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JSB. അങ്ങനെ ഞങ്ങളൊന്ന് മസ്കറ്റ് പോകാമെന്ന് വേണ്ട കേട്ടോ മോള് തുടങ്ങിയത്. ഞാനോരോന്ന് പറയുന്നത് കണ്ട് ഓളും പറഞ്ഞു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോലെയൊക്കെ പിന്നെ ഞങ്ങളൊന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ജുമാ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാറ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജുമാൻ്റെ സമയം നമ്മളേക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. പിന്നെ അവരവിടുന്ന് പള്ളിയിലൊക്കെ പോയി. അതിന് ശേഷം കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ പോയത് മാൾ ഓഫ് മസ്കറ്റിലേക്ക് കേട്ടോ. പോണ വഴിയിൽ കാണാനുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ മാളിലേക്ക് പോകാമെന്ന് വെച്ച് മാളിലേക്ക് കയറി. ആദ്യം നമ്മൾ ഇവിടെ കയറാമെന്നുള്ളത് ഇത് എൻട്രൻസ് ആണ്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ ലോട്ടിൻ്റെ കുറേ ഇത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലോട്ടിലേക്ക് തന്നെ തുടങ്ങാം വെച്ചാൽ ലോട്ടിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു കേട്ടോ. ഇതാട്ടോ ഞാൻ ചെയ്ത ഡ്രസ്സ്. പിന്നെ അതിന് ലോട്ടിലേക്ക് കയറി. ഞങ്ങൾ വരുന്നതുകൊണ്ട് അറിയില്ല, എല്ലാം നല്ല ഓഫറിലിട്ടുണ്ട്, എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കയറിയപ്പോൾ ഒന്നും ഉണ്ടായില്ല നോക്കാൻ തന്നെ അധികം ഡ്രസ്സൊന്നും. പിന്നെ ഞാൻ ഇപ്പുറത്തുനിന്ന് ഡ്രസ്സും അപ്പുറത്തുനിന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ ഏകദേശം അത് സെയിം കളറായപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. പക്ഷേ വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ മോള് കുറേ ക്ലിപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. അമ്മ ഇത് രസമുണ്ടോ ഇത് രസം. പിന്നെ ഓൾക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി, ഓൾക്ക് കിട്ടേണ്ട കിട്ടി. അപ്പോൾ ഓൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ലിഫ്റ്റ് കാത്തിക്കാണ്, വലിയ ലിഫ്റ്റ് ആട്ടോ. പിന്നെ മേലേക്ക് എത്തി മാൾ ഓഫ് മസ്കറ്റിൻ്റെ ഇതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും മിക്കും മോളും കൂടി കുറച്ച് ഷോ ഒക്കെ കളിച്ച് അതിന് ശേഷം പിന്നെ കുറച്ച് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ കാണാനൊക്കെ ഉള്ള. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മോള് ചിരിക്കുന്നേ ഉണ്ടായില്ല കേട്ടോ. അവളെ ചിരിപ്പിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഇതൊക്കെ ആട്ടോ കാണാനുള്ളത്. പക്ഷെ നല്ല ഭംഗിയില്ലേ, ഒറിജിനാലിറ്റി പോലെ തോന്നിക്കും. പക്ഷെ ഇതൊക്കെ വെറും ഡമ്മിയാണ്, ഡമ്മി. ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സ്റ്റാറൊക്കെ ഉള്ള പോലെ അങ്ങനെ സ്കൈ പോലെ നമുക്ക് തോന്നിക്കും. അങ്ങനെ അതിന് ശേഷം അതൊക്കെ നോക്കി. പിന്നെ ഞാനും കുറച്ച് വീഡിയോസ് ഇതൊക്കെ എടുത്തേക്ക് ഫ്രണ്ടിൻ്റെ കൂടെ. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നല്ല ക്ഷീണം, ഡ്രസ്സൊന്നും കിട്ടണമില്ല. എന്താ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാനും അതൊക്കെ ഉറങ്ങി. അസർ സ്കേച്ചിൻ്റെ ശേഷം അപ്പോഴേക്കും ഫോണിലേക്ക് വന്ന് മക്കളെ പോകണ്ടേ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബീലബം കണ്ട് തൊട്ടടുത്തിട്ടോ, നമ്മൾ ദുബായിലൊക്കെ ഫേമസ് ആയിട്ടുള്ള. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ നമ്മൾക്കൊരു പള്ളിയിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അവിടുന്ന് നോമ്പൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.